കേസെടുക്കുന്ന അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അയാളെ ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള റിക്വസ്റ്റ് അന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പരമാവധി നിങ്ങളോട് അത് പറയാൻ വേണ്ടി നിങ്ങൾ സമ്മതിക്കുക. ആ കാര്യം പറയാനാണ് നിങ്ങൾ സമ്മതിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട 1, 2, 3 ആളുകൾ കാണണമെങ്കിലോ കാണണമെങ്കിലോ കാണാം. എല്ലാവരും ചേർത്തുണ്ടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ന്യായമായ ആവശ്യം അത് ഞങ്ങളുടെ പണിയാണ്. അതല്ലേ നമ്മുടെ പണിയാണ്. റോഡിന്റെ മേലെ നമ്മ ചാടിയിട്ടല്ല ഇത് കുളിച്ചിട്ട് പോകാൻ വേണ്ടി ശക്തിയില്ലാത്തവരല്ല ഇത്രയും ആളുകളുണ്ട്. അങ്ങനെ തീവ്രവാദ സ്വഭാവത്തിൽ വന്നവരല്ല നമ്മ നാടിന്റെ ഒരു പൊതുവായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു സംഘടന. ഇത് നിങ്ങളെ നമ്മളെ എല്ലാം ബാധിക്കുന്ന വിഷയമാണ്. കാരണം നമുക്ക് മാത്രമുള്ള വിഷയമൊന്നുമല്ല ഇത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പയ്യന്നൂർ ഏരിയയ്ക്ക് കീഴിലുള്ള 16 വില്ലേജുകളിൽ നിന്നും വന്നിട്ടുള്ള ഇന്നൊരു പ്രവൃത്തി ദിവസമാണ്. ആ ദിവസത്തിലും ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് സമര സഖാക്കളെല്ലാം തന്നെ പയ്യന്നൂരിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മുഴുവൻ സഖാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കവർന്നെടുക്കുന്ന രൂപത്തിൽ ആ ഒരു സ്ത്രീക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഒരു നീതി പോലും കിട്ടാത്ത അവസരത്തിലാണ് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കുകയും ഇവിടെ പറഞ്ഞതുപോലുള്ള അനുഭവങ്ങളെ കുറിച്ച് നമുക്കെല്ലാം ഏറെ മനസ്സിലാക്കാൻ വേണ്ടി ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്കുള്ള മാർച്ച് തികച്ചും സമാധാനപരമായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ബാരിക്കേഡും മുള്ളുവേലിയും അതുപോലെ ലാത്തിയും ഒക്കെ നിൽക്കുന്ന പോലീസുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം കണ്ട് മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകർ നിങ്ങളെ പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും തെറ്റായ ധാരണ മാത്രമാണ്. ഞങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണ് ഈ സമരം സമാധാനപരമായിട്ട് നടത്തണമെന്നേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ. ഈ സമരത്തിൽ പോലീസ് സ്റ്റേഷനകത്തേക്ക് കടന്നു കയറണമെന്നോ അവിടെ എന്തെങ്കിലും അതിക്രമം നടത്തണമെന്നോ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ബാരിക്കേഡെല്ലാം അതിനപ്പുറത്തുള്ളതും കടന്നു പോകാനുള്ള കരുത്തെല്ലാം മഹിളാ പ്രസ്ഥാനത്തിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അവിടെ ചില ആൾ നിന്നിട്ട് പറയുന്നുണ്ട് നമ്മള് ലാത്തി